കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. ചോർന്നൊലിച്ച് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് AC കോച്ചിന്റെ ഒരു ബോഗിയാണ് ഇന്നലെ കനത്ത മഴയിൽ ചോർന്നൊലിച്ചത്. യാത്രക്കാരുടെ മുഖത്തേക്ക് വെള്ളം വീഴുന്നത് തടയാൻ ബെഡ്ഷീറ്റ് വലിച്ചുകെട്ടി. യാത്രക്കാരനായ ഹസനുൽ ബസരി PK പകർത്തിയ ദൃശ്യങ്ങൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. ആദ്യം അത് കാണാം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. രാഹുൽ, വിവരങ്ങൾ എന്താണ്? ഈ യാത്രക്കാർ എന്താണ് പറയുന്നത്? റെയിൽവേയുടെ എന്തെങ്കിലും വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ രാഹുൽ? TK റീജിത്ത്, ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് ഇത്തരത്തിൽ ചോർന്നൊലിച്ചത്. AC കോച്ചിന്റെ ഒരു ബോഗിയാണ് ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ ചോർന്നൊലിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു യാത്രക്കാരനാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു തരുന്നത്. ഈ യാത്രക്കാരൻ ഇന്നലെ മഡ്ഗാവിൽ നിന്നാണ് കോഴിക്കോടേക്ക് ഈ ട്രെയിനിൽ യാത്ര ആരംഭിച്ചത്. ആ യാത്ര ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ മുതൽ ഇത്തരത്തിൽ സമാനമായ അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വെള്ളം അകത്തേക്ക് വന്നതോടെ ആദ്യഘട്ടത്തിൽ ബെഡ്ഷീറ്റ് വലിച്ചു കെട്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ കനത്ത മഴ തുടർന്നതോടെ ആ ബെഡ്ഷീറ്റ് നനഞ്ഞ് ഈ വെള്ളം അകത്തേക്ക് ഒഴുകുകയായിരുന്നു. ഈ ബോഗിയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ ബാഗുകൾ ഉൾപ്പെടെ ഈ വെള്ളം അകത്തേക്ക് എത്തിയതോടെ നനഞ്ഞു പോയതായും ഈ യാത്രക്കാർ പറയുന്നുണ്ട്. റെയിൽവേ അധികൃതരെ ഈ വിവരം അറിയിച്ചെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന പരാതി കൂടി യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ട്രെയിൻ നമ്പർ 126-18 മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൽ ഉണ്ടായിരിക്കുന്നത്. TK രാഹുൽ, ഇത് നേരത്തെയുള്ള ചോർച്ചയാണോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതോ ഈ മഴയെ തുടർന്നോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടൻ ഉണ്ടായതാണോ? അതോ നേരത്തെ തന്നെ ഇങ്ങനെയാണോ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് രാഹുൽ? TK, ഈ ട്രെയിനിന്റെ കാലപ്പഴക്കമാണോ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് കാരണമായതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സാധാരണ ദീർഘദൂര ട്രെയിനുകൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ട്രെയിനുകളാണ് ദീർഘദൂര സർവീസ് നടത്തുക. പക്ഷേ അങ്ങനെ പുതിയ ട്രെയിനുകളാണെങ്കിൽ ഇത്തരത്തിൽ ചോർന്നൊലിക്കുന്ന സാധ്യത വിരളമാണ്. എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് സംബന്ധിച്ച് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗികമായ വിശദീകരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന ലോക്കൽ ട്രെയിനുകളിൽ ഇത്തരത്തിൽ ഈ ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ ശരി. രാഹുൽ സുരേഷ് തുടരുക. ഇപ്പോൾ ഹസനുൽ ബസരി, അദ്ദേഹമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി 24-ന് നൽകിയിരിക്കുന്നത്. ശ്രീ ഹസനുൽ ബസരി, താങ്കൾ പകർത്തിയ ദൃശ്യം അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് ഹസനുൽ? ഹലോ ഹസനുൽ, കേൾക്കാം. എന്താണ് സംഭവിച്ചത്? അതായത് മഡ്ഗോണിനാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. ഏകദേശം ഉടുപ്പി എത്താനായ ആ ഒരു സമയത്താണ് മഴ ആരംഭിക്കുന്നത്. മഴ തുടങ്ങിയ സമയം മുതൽ തന്നെ നല്ല പോലെ വിഷ്വലിൽ ഉള്ളതിനേക്കാളും ഭീകരമായിട്ട് വെള്ളം കുത്തിയൊലിക്കുകയായിരുന്നു. ഏകദേശം M1 3 ടയർ AC കോച്ചാണ് അത് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. വെള്ളം കുത്തിയൊലിച്ച് അടിയിൽ എന്റെ ക്യാമറ ബാഗ് വരെ ഞാൻ സീറ്റിന്റെ അടിയിലായിരുന്നു വെച്ചത്. ക്യാമറ ബാഗിൽ വരെ വെള്ളം എത്തി. പിന്നെ കുറെ ആളുകളുടെ ബാഗൊക്കെ നനഞ്ഞു. പിന്നെ അതേപോലെ കിടക്കുന്നത് നേരെ മുഖത്തേക്കാണ് വെള്ളം കുത്തിയൊലിച്ച് എത്തിയത്. മുകളിൽ നിന്ന് വെള്ളം ഒലിച്ച് അവസാനം അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റ് ഒക്കെ അവിടെ ഇട്ടിട്ട് ഒരു തടയാനുള്ള ശ്രമം നടത്തി. ഏകദേശം മംഗലാപുരം ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ആളുകളൊക്കെ വന്ന് നോക്കിയിരുന്നെങ്കിലും കോഴിക്കോട് ഞാൻ ഇറങ്ങുന്നവരെ ഈ പ്രശ്നം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ ബെഡ്ഷീറ്റ് വലിച്ചു കെട്ടിയെന്നൊക്കെ പറയുന്നത് യാത്രക്കാരാണോ അതോ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയാണോ? അവരെ ഈ ബെഡ്ഷീറ്റ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളെ കയ്യിൽ നിന്ന് ഞാൻ അവിടെ കൂട്ടിയിട്ട് ഒഴിവാക്കിയത് വാങ്ങിച്ചതാണ്. ഏകദേശം മംഗലാപുരം എത്തുന്ന സമയത്ത് അവരുടെ മെക്കാനിക്കുകൾ വന്ന് നോക്കി. പക്ഷെങ്കിൽ കോഴിക്കോട് എത്തുന്നവരെയും ആ വെള്ളം ഉണ്ടായിരുന്നു. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഹസനുൽ ബസരി യാത്രക്കാരനാണ്. അദ്ദേഹമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ചോർന്നൊലിച്ച് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്, അതിൻ്റെ AC കോച്ചിൻ്റെ ഒരു ബോഗിയാണ് ഇന്നലെ കനത്ത മഴയിൽ ചോർന്നൊലിച്ചത്. യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ പരിഹരിക്കാനുള്ള ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം.